ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കാരണം റോഡ് അത്രയും ക്രൗഡാണ്. അപ്പോൾ നിക്കാക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞു. പിന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അറിയുന്ന ആളുകളെ വിളിച്ചിട്ട് നമ്മൾ പോകണം. അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഇന്നലെ ഡ്രൈവ് ചെയ്യേണ്ട അത്രയും ടയേർഡും കാര്യങ്ങളും അതും വേറെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് ചെന്നൈയിൽ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിലൂസ് ഇവിടെ ഉണ്ട്. ഒരു ടാറ്റ പറഞ്ഞ ചായ കുടിക്കാത്തതിന്റെ ഒരു ഉഷാറ് കമ്മി ഇല്ലല്ലോ. ചായ കുടിച്ചിട്ടില്ല. പിന്നെ നല്ല ചൂടാണ് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ബാക്കിയുള്ളത് നമുക്ക് ചെന്നൈയിൽ ചെന്നിട്ട് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ. നമ്മൾ ചെന്നൈയിലല്ല കേട്ടോ റൂം എടുത്ത്. കാരണം ചെന്നൈയിലൊക്കെ ആണെങ്കിൽ റൂമിന് റെന്റ് ഒരുപാട് കൂടുതലാണ്. അപ്പം നമ്മളൊരു 20 കിലോമീറ്റർ ബാക്കിലോട്ട് പോന്നിട്ട് കുറച്ച് ഔട്ടറിലാണ് നമ്മൾ റൂം എടുത്തത്. അതാവുമ്പോൾ നമുക്ക് റൂമിന് റെന്റ് കുറയും. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും റൂമിന് റെന്റില്. നമ്മൾ പുറത്താണ് എടുത്തത്. അപ്പൊ 20 കിലോമീറ്റർ നമ്മൾ ഇനി അങ്ങോട്ട് ടൗണിലേക്ക് പോവാനുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് സമയം ഒരു 10:30 ആയിട്ട് തന്നെ ഉള്ളു. അപ്പൊ തന്നെ റോഡ് ഫുള്ളാലേക്ക. നമ്മൾ ഇവിടെയൊക്കെ വരുന്ന ആളുകൾ ഇപ്പൊ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി ഇവിടുത്തെ ആളുകളായിട്ട് നമ്മള് ഇങ്ങനെയൊക്കെ പോകുമ്പോ ഇറങ്ങണം. കാരണം അവർക്കാണ് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവിടെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. മാക്സിമം പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടയേർഡ് ആവുന്നത് വരെ നമുക്ക് വീഡിയോ എടുക്കാം. ഏകദേശം നമ്മളങ്ങനെ ടൗണിൽ കയറാനായിട്ടോ. റോഡൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഒരു 10-10:30 ആകുമ്പോൾ തന്നെ റോഡ് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെന്നൈയിൽ നിങ്ങളെ ഫസ്റ്റ് കാണിക്കുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ജയലളിത, കരുണാനിധി, അങ്ങനെ എത്രയും ആളുകളുടെയൊക്കെ സമാധി സ്ഥലങ്ങളാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വെയിലൊക്കെയാണ് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഇപ്പം ഗ്യാരണ്ടി പറയുന്നില്ല. ഈ പറയുന്ന സമാധി സ്ഥിതി ചെയ്യുന്നത് മെറീന ബീച്ചിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ യാത്ര അങ്ങോട്ടാണ്. അത്യാവശ്യം റോഡ് നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ വണ്ടികൾ. ഈ സമയത്ത് തന്നെ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു വൈകുന്നേരം ആയി തുടങ്ങുമ്പോൾ ഈ കാണുന്നത് ശരവണ സ്റ്റോറാണ്. കൂടുതലും തുണികളാണ് കിട്ടുന്നത്. പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് കിട്ടുന്നത് തുണികളാണ്. ഡ്രസ്സ് മെറ്റീരിയൽസും കാര്യങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. ഈ കാണുന്നത് പോത്തീസ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സിൽക്കാണ്. തമിഴ്നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരു തുണിക്കടയാണ് ശരവണ സ്റ്റോറ്. പിന്നെ അതുപോലെ ഇതൊക്കെ ഹോട്ടലുകളാട്ടോ. കുപ്പണ്ണ, ഈ കുപ്പണ്ണയിലെ ബിരിയാണി നല്ല ടേസ്റ്റാട്ടോ. എനിക്കിഷ്ടമാണ് കുപ്പണ്ണയിലെ ബിരിയാണി. കണ്ടോ തിരക്കായി തുടങ്ങി.
இது வந்து நம்ம அவுட்ருக்கு இது வந்து சிட்டி நல்லா இருக்கும். பெட்ரோல் இந்த எல்லாமே சூப்பராக இருக்கும். ടൗണിക്ക് എൻട്രി ആയിട്ടില്ല. ഇറങ്ങി സിറ്റി ഉള്ള എൻട്രി ആവും. നമ്മുടെ സിറ്റി நல்லா இருக்கும். അത് ഏതൊക്കെ കൊണ്ടോ എന്ന് പറയുമ്പോൾ കൊറിയയുടെ அப்படியே இண்டிகாட்டா இண்டிகா 5 minutes 10 minutes ஒரு plate தானே இது இண்டிகாட்டா. நாளை விட்டு நாங்க டிஸ்டர்ப் பண்ண அதான் கொஞ்சம் பண்ணுங்க. ഈ നിൽക്കുന്നത് നമ്മളെ ചെറുതായിട്ടൊന്ന് പോലീസ് പിടിച്ചു കേട്ടോ. സിഗ്നൽ തെറ്റിച്ചു എന്നാണ് അവർ പറയുന്നത്. ഫൈൻ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ചെറുതായിട്ടൊരു ഫൈന് കിട്ടിയിട്ടുണ്ടാവണം. എല്ലാരും പിടിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് നേരത്തെ പിടിക്കും. പക്ഷെ നമ്മളെ കേരളത്തിൽ ഇവര് ബില്ല് കൊടുക്കണില്ല. ഇവിടെ ഒരു ഇത് കൊടുക്കണം, സ്ലിപ്പ് കൊടുക്കണം. തന്നെ കൊടുക്കില്ലേ? നമുക്കറിയില്ലല്ലോ ഇവിടെ ഇത് ഗവൺമെന്റിക്ക് പോകണ്ടോ അവരുടെ പോക്കറ്റിൽ கேரளா உங்களுக்கு ஆட்டோ கேமரா கேஸ் அதிகமாக கேரளால ஆட்டோ கேமரா வச்சிருப்பாங்க நிறைய. ஆமாம் ஏடிஎம் இங்க ஸ்ட்ரீட்ல அப்படிலாம் இல்லை. ഇവിടെ പിന്നെ സെക്കൻഡിന് മെട്രോ ട്രെയിനുകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ?
ഇവിടെ കാണാൻ പറ്റുന്നത് പൂവാകളും അതുപോലെ ബോഗൺവില്ലകളും കേട്ടോ. ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നോക്കിക്കേ അല്ലേ, ഒരു ഭയങ്കര ഒരു വേറൊരു ഭംഗിയില്ലേ. ഈ പ്രസ്റ്റീജിൻ്റെ ഒരു കമ്പനിയാണ് കേട്ടോ ഈ കാണുന്നത്. പ്രസ്റ്റീജിൻ്റെ കമ്പനികൾ ഒരുപാട് സ്ഥലത്തുകളുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി നിർത്തിയതാട്ടോ, കണ്ടോ, ചായ കുടിക്കാനാണ്. എൻ്റെ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മമ്മി കൊയങ്ങിക്കാണ്. കാരണം നമുക്ക് ചായ ഒന്നും കിട്ടാത്തതുകൊണ്ട്. പക്ഷെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഇവിടെ. നല്ല തിരക്കുണ്ട് ഹോട്ടലിൽ. ഇവിടുത്തെ ഒരു ഫേമസ് ബേക്കറിയും ഹോട്ടലും പാടെ കൂടിയതാണിത്. ബിലാലിനാണ് ബിലാലി കട. ബിലാലിൻ്റെ കട. ബൺ ബട്ടർ ജാമുനൊക്കെ എഴുതിയിട്ടുണ്ട്. ഫേമസ് ആണ് തോന്നുന്നുണ്ട് ബൺ ബട്ടർ ജാമുൻ. ചായ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ചായ കുടിക്കാൻ. പുറത്തുള്ളതുണ്ട്, ഹോട്ടലുണ്ട്. ബിലാലിന് എഴുതിയിട്ടുണ്ട്, കാണുന്നില്ലത്. ഐസ്ക്രീം ആട്ടോ തിന്നണേ. എന്താ നമുക്ക് കിട്ടിയിട്ട് ഐസ്ക്രീം. ഒരു ഐസ്ക്രീം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചായ ഉള്ളത്. ചായ കുടിച്ചു. അതാ അല്ലൂസ് ഇതാ കഴിക്കണു, ദമ്മി ഇതാ കഴിക്കണു. ആരിക്കൊക്കെ എന്നാന്നില്ലയോ ഈ നിക്കണത്? തിന്നാനൊക്കെ തിന്നാനുള്ള ഒരു തേന്നില്ല. ഇത് മമ്മി നിൽക്കുന്നത് മറീന ബീച്ചിലാണ് കേട്ടോ. മറീന ബീച്ചിൽ നമ്മളെ MGRന്റെയും അതുപോലെ ജയലളിതയുടെ ഒക്കെ സമാധിയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇതൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ പോലെയാണ് ഉള്ളതാണെന്ന് തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം നമുക്ക് പോയി നോക്കാം. 4 പേരുടെ ഇതുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? 4 പേരുടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ നല്ല വെയിലാട്ടോ. ഒരു 12 മണിയാകും, ഉച്ച സമയത്താണ് എത്തിയത്. അപ്പോൾ പിന്നെ നല്ല വെയിലാണ്. പറ്റുന്നത്ര നമുക്ക് എടുക്കാം, പോയി നോക്കാം. നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് കേട്ടോ. അത് ആരൊക്ക കരുണാനിധി അല്ലേ? അത് ഫസ്റ്റ് കാണുന്നത് കരുണാനിധിയാണ് തോന്നുന്നുണ്ട് കേട്ടോ. കരുണാനിധി 4 പേരുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ 3 പേരേ ഉള്ളൂ കേട്ടോ. 3 റൗണ്ടുള്ളൂ കാണാൻ. കുറച്ച് മുന്നിൽ ചെന്നിട്ട് എടുക്കുക. സ്മൃതി നിങ്ങൾക്ക് എടുക്കാൻ വയ്ക്കുന്നുണ്ടോ? നിങ്ങൾ എടുക്കണമെങ്കിൽ എടുത്തോ. ഇതാ ഇവിടെയാണ് ഇവരെ മ്യൂസിയം കേട്ടോ. അതാണ് മ്യൂസിയം.
ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധി സാറിൻ്റെ സ്മൃതി മണ്ഡപമാണ് ഈ ഫസ്റ്റ് ഈ കാണുന്നത്. ഇവിടെ അവർ ജനിച്ചതും മരണവും എല്ലാ വർഷവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് തമിഴിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ജനിച്ചത് 1924 ഡെഡ് 2018 എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റും മന്തും ഇയർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് തമിഴിലാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബാക്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഇവിടെ സ്മൃതി മണ്ഡപം കേട്ടോ. ഇത് ഈ കാണുന്നത് കണ്ടോ, ഡെഡും എഴുതി വെച്ചിട്ടുണ്ട്, ജനനം എഴുതി വെച്ചിട്ടുണ്ട് 1924 2018 കേട്ടോ. ഇപ്പോൾ ഇവിടെ എപ്പോഴും പൂവൊക്കെ വെച്ചിട്ട് ഇവിടെ എപ്പോഴും അലങ്കരിച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇത് കളയും, ഡെയിലി ഇങ്ങനെ പൂവൊക്കെ വെക്കും തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കാണിച്ചു തരാവേ. 1 മിനിറ്റ്. ഇതാ കണ്ടോ, ഈ കാണുന്നതാണ് കേട്ടോ മാർബിളിൽ കൊത്തുവെച്ച കരുണാനിധിയുടെ ഒരു പിക്ചറാണിത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് ഇത് കാണാനൊക്കെ ആയിട്ട് വരുന്നതൊക്കെയാണ്. ഇപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് ആളുകൾ വളരെ കുറവാണ് കേട്ടോ. എന്നാലും ആളുകളുണ്ട്, പക്ഷെ വളരെ കുറവാണ്. നമ്മൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നടക്കാനൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതാ കണ്ടോ, ബാക്ക് സൈഡൊക്കെ കണ്ടോ, ഒരുപാട് സംഭവങ്ങളുണ്ട് കണ്ടോ. എൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ ഇതാണ് കണ്ടോ. ഇപ്പുറത്തെ സൈഡ് ഒരു സമാധി ഉണ്ട് കേട്ടോ കണ്ടോ. അപ്പൊ നമ്മള് ഇത് കൂടി ഇങ്ങനെ എൻട്രൻസ് ആയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇത് കേട്ടോ പോയി നമ്മളിങ്ങനെ ഇറങ്ങി. ഇങ്ങനെ ഇറങ്ങി ചൂടുകൊണ്ട് കേട്ടോ, കണ്ണട വെച്ചിരുന്ന അത്രയും ചൂട്. ഇത് കൂടി അല്ല അത് കൂടിയാണ് പോകേണ്ടതുകൊണ്ട്, അല്ല ഇത് കൂടിയാണ് നമ്മൾ പോകണ്ടേ. നമുക്ക് വഴി തെറ്റിയതാ കേട്ടോ. ഇത് കൂടിയാണ് പോകേണ്ടത്. നല്ല വെയിലാട്ടോ, വെയിലുകൊണ്ട് ഒന്നിനും പറ്റണില്ല. അതെ, അത് കൂടി പോവണം. എൻട്രൻസ് അതാണ്. ഇവര് ഈ തമിഴിൽ എഴുതി വെക്കുന്നതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. തമിഴ് അറിയാത്തവർക്ക് ഭയങ്കര കലഞ്ചർ മ്യൂസിയം ആണ് കേട്ടോ ഇത്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടതുകൊണ്ട് അതിൽ നമ്മൾ പൈസ കൊടുക്കണം. അതാണ് അതിൻ്റെ മ്യൂസിയം കേട്ടോ കണ്ടോ. അത് എൻട്രൻസ് മ്യൂസിയം. നെക്സ്റ്റ് കാണുന്നുണ്ട്. ഇതൊരു ഇതാണ് കേട്ടോ, സമാധിയാണ്. ഇവിടെ ടോട്ടൽ 4 സമാധി ഉണ്ട് എന്നാ പറയുന്നത് കേട്ടോ. ഇതൊക്കെ ആളുകളുണ്ട്. ഇവിടെ ഇങ്ങനെ കയറി അതിൻ്റെ ബാക്ക് സൈഡ് കടലാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇതാ കടൽ കേട്ടോ കണ്ടോ, ഫുള്ള് കടലാണേ. കടല് കണ്ടോ, ഇത് ഫുള്ള് കടലാണ്. ഈ നിൽക്കുന്നത് ഇവരുടെയൊക്കെ സമാധി കേട്ടോ. ഇവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന, വലിയ ആക്ടേഴ്സൊക്കെ ആയിരുന്നവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ സമാധിയാണ്. ഈ കാണുന്നതാണ് കടൽ കണ്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നത് കടലാണ് കണ്ടോ. ഇതാ ഇപ്പുറത്തെ സൈഡ് നോക്കിയത് അവിടെ അതാ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ. കാണുന്നത് കടലാണ് കേട്ടോ. ഇങ്ങനെയാണ് സംഭവം. ഇതാ എൻ്റെ ബാക്ക് സൈഡ് കണ്ട, കാരണം ഇത് കടലാണ്. ബാക്കിൽ കണ്ട ബാക്ക് സൈഡ് കടലാണ്. കാരണം വെയിലുണ്ട് കേട്ടോ, ഒന്നും ശരിയാവാത്തത്. നല്ല വെയിലാണ്. വൈകുന്നേരം വരണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ വൈകുന്നേരം ഇത്രയും ക്രൗഡ് ആയതുകൊണ്ടാട്ടോ കണ്ടോ. ഇതാണ് സംഭവം. കടല് അതാ മമ്മി കുട്ടിയൊക്കെ നോക്കണം. വൈകുന്നേരം ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. വെയിലൊക്കെ ആയതുകൊണ്ട്
ഇതാണ് ഇവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാര്. ഇത് പണ്ടത്തെ ഇവരൊക്കെയാണ് ഇതിന്റെ ആളുകള്. പിന്നെ ഇതാ ഒരാള്. ഇതൊക്കെ ഇവര് എഴുതിയ ഇവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അല്ലൂസൊക്കെ കുഴങ്ങി. കടലാണ്. അതിന്റെ അപ്പുറത്തൊന്നുകൂടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളൊരു ചെറിയ കുളമാണ് കേട്ടോ. കണ്ടോ? അപ്പൊ ടോട്ടലി ഇതാണ് സംഭവം. കണ്ടോ? ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അതാണ് ഈ സംഭവത്തിന്റെ ഹൈലൈറ്റ്. പക്ഷെ രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കാണാൻ. ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ സെക്യൂരിറ്റി ആയിരിക്കും. ഒരുപാട് പോലീസുകാരുണ്ട് ഇവിടെ. ഇതൊരു മ്യൂസിയാണ്. ഈ കാണുന്നത് മ്യൂസിയാണ്. ഇതാ അല്ല അവിടെ എന്താ എഴുതിയിട്ടുണ്ടല്ലോ.